Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. സുഖാണോ എല്ലാവർക്കും? Yes. സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. Yes, so let's start. പ്രയർ ഉണ്ടോ? ആരാണ് പ്രയറിൽ ഒരുങ്ങി വന്നേക്കണേന്ന്? ഞാനാണ് മാം നായന. ശരി. Dear Lord, first I thanking you for giving us one more chance to live in your beautiful world. Please guide our steps, grant us strength to face challenges and fill our heart with your peace. Help us to love others and honor you in all we do. Dear Lord, keep us safe from all danger today and let our heart exalt in your protection. And also, I praying for those who suffering from war, seek protection, comfort, and safety for innocent civilians and those in danger. Amen. ഓക്കെ, ഒരു നല്ല പ്രയർ ആയിരുന്നു. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രയർ ആയിരുന്നു അല്ലെ? മനസ്സിലാക്കിയോ എല്ലാവരും? ആ ഒരു പ്രയറിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ ലൈവായിട്ട്, അതായത് നമ്മളൊരു ജീവനോടെ ഇങ്ങനെ ഇരിക്കാനും ഇനിയുള്ള കാലഘട്ടങ്ങളിലും, അതായത് നമുക്ക് പറ്റുന്നിടത്തോളം വരെ നമ്മൾ അപകടങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ ഈ ഒരു ലോകത്ത് ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് തന്നെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾക്ക് എന്താ പറയാ അതിനുള്ള അനുഗ്രഹം തന്നെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചില രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ചില ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് വാർ. അതില് പെട്ടവരെയും എല്ലാ രീതിയിലും സംരക്ഷിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ തന്നെ ആവട്ടെ. യെസ്, അപ്പോ ആ ഒരു നല്ല പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാപ്റ്റർ എടുത്ത് തീർന്നിരുന്നു അല്ലെ? Sorry for the interruption. Thought of the day welcome speech ഉണ്ടായിരുന്നു. സാനിധ. Thought of the day. ഒരാൾ പറയോ? ക്ലിയർ ആണില്ല, സൗണ്ട് കേൾക്കില്ല എന്നാണോ? Thought of the day. പാടൻ പറയാനുണ്ട്. എന്തോ പറയാനുണ്ടോ? Thought of the day. മാം വെൽക്കം സ്പീച്ചും തോട്ട് ഓഫ് ദി ഡേയും പറഞ്ഞിട്ടില്ല, അത് പറയട്ടെ എന്ന് അവർ ചോദിക്കുന്നത്. ഓക്കെ, വെൽക്കം സ്പീച്ച് പറയില്ല, അത് എല്ലാ ദിവസവും പറയണ്ടോ? തോട്ട് ഫോർ ദ ഡേ ഒക്കെ പറയണ്ടോ നിങ്ങള്? അതെ മാം, നമ്മള് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇനി മുതൽ അതിനൊരു മുടക്കം വരത്തില്ല. അപ്പൊ അതവര് ഓക്കെ, സോ പ്രൊസീഡ്. ആരാണ് വെൽക്കം സ്പീച്ച്? മിസ്, ഞാനാണ് വെൽക്കം സ്പീച്ച് പറയുന്നത്. ജോസ്മി. ജോസ്മി പറയും. Good morning everyone. I warmly welcome you all to today's class. I am happy to see each one of you here. I hope you are ready to learn something new and interesting. Today's section will help you improve your knowledge and understanding of the subject. Thank you. Thank you for welcoming all of us. Josmi.
അത് ഞാൻ നമുക്ക് പുതിയതായിട്ട് ജിഷ മിസ് ആണ് ഇതിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയാ കൊണ്ടുവരിക. അപ്പൊ ഞാനതാണ് ആ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് ചോദിച്ചിരുന്നില്ലേ, ഏതോ ഒരു 1-2 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ചില ചടങ്ങുകളും ചില രീതികളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പൊ ഞാനത് ചോദിച്ചിരുന്നു. അപ്പൊ അന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പ്രയറിലാണ് മാത്രമേ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഓക്കെ, നല്ലതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ അല്ലെ, ഓരോ നമ്മളുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ അങ്ങനത്തെ ക്ലാസ് ആണ്. നമ്മൾ ഒരു മോണ്ടിസോറി ടീച്ചർ ആകാനുള്ള പ്രാക്ടീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുസ്തകത്തിലോടൊന്ന് വെറുതെ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഇവിടെ തന്നെ പരിശീലിക്കണം അല്ലെ. ആ ഒരു ട്രെയിനിങ് കൂടി നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകളിൽ നിന്ന് നേടിയെടുക്കണം. ഓക്കെ, യെസ്. ആൻഡ് തോട്ട് ഫോർ ദ ഡേ ആരാണ്? യെസ് മാം, സാനിത. എന്താ പേര്? സാനിത. സാനിബ ഓർ സാനിത? സാനിത. ഓക്കെ, സക്സസ് ഈസ് നെവർ എൻഡിങ്, ഫെയിലിയർ ഈസ് നെവർ ഫൈനൽ. യെസ്, സക്സസ് ഈസ് നെവർ എൻഡിങ്, ഫെയിലിയർ ഈസ് നെവർ ഫൈനൽ. നെവർ ഫൈനൽ. അതായത് എന്താ പറയാ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ. സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കത്തില്ല. നമുക്ക് ഇങ്ങനെ ഓരോ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ അവസാനം ഫെയിലിയർ ആണോ? അതുമല്ല അല്ലെ. ഒരു ഫെയിലിയറിൽ നമ്മൾ സക്സസിലേക്ക് പോകാൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ തയ്യാറെടുക്കുന്നത് അതിനുള്ള പ്രാക്ടീസ് ട്രെയിനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എന്താ പറയാ, ഒരച്ച് മിനുസപ്പെടുത്തി നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റും. സാധിക്കാത്തതൊന്നുമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ല ചിന്തകളും നല്ല എന്താ പറയാ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പ്രാർത്ഥനയിലൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നിരുന്നു തീർന്നില്ലേ? ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. ഓക്കെ, പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് നമ്മൾ പറഞ്ഞു. ഓരോ ക്ലാസ് ചാപ്റ്റർ കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് നമ്മളുടെ റോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻ അല്ലേ തരുന്നുള്ളൂ. അപ്പൊ അത് കൂടാതെ ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ തരാറുണ്ട്. അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആദ്യം കൂടെ എഴുതി വെക്കാം. നെക്സ്റ്റ് ഡേ നമ്മൾ അതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്നിട്ട് നമ്മൾ പുതിയ ക്ലാസ് പുതിയ ചാപ്റ്റർ തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ റെഡിയല്ലേ? ബുക്കൊക്കെ എടുത്ത് വെച്ച് റെഡിയല്ലേ? ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ ഞാൻ. ഓക്കെ, യെസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. Dash is the product of psychological and psychological PSY. Psychological spelling തെറ്റിക്കരുത്. PSY CHOLOGICAL. Psychological and social growth stressed 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 by environmental എന്ന് എഴുതണം. പക്ഷെ നമ്മൾ പറയുമ്പോൾ 6 ഇച്ചിരി സൈലന്റ് ആണ്. environmental 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 and individual behavioral factors. Individual behavioral BEHAVIOURAL behavioral factors sometimes referred as referred as maturity. MATURITY maturity. Sometimes referred as maturity. Next, another question.
According to dash, first question കിട്ടിയോ എല്ലാവർക്കും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. According to dash, according to dash, growth refers to growth, GROWTH, growth refers to REFERS, refers to structural and structural and physiological changes, structural and physiological changes, while development refers to growth as well as changes in behavior. Growth refers to changes in behavior. Another question. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ? Okay, third question. Which of the following is the principle of development? Which of the following is the principle of development? Which of the following is the principle of development? Okay, ഇങ്ങനെ which of the following ഉള്ളതുകൊണ്ട് ആ ഫോളോയിങ്ങിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിൽ തന്നെ വേണം. സോ റൈറ്റ് ഡൗൺ. ഒന്നാമത്തെ എ, ഓപ്ഷൻ എ കേട്ടോ. help HELPS, helps to provide age appropriate task to children. Helps to provide age appropriate task to children. Next, B, option B. Development is the product of maturation and learning. MATURATION, maturation and learning. Option B ആണ് development is the product of maturation and learning. Next one. മൂന്നാമത്തെ ഓപ്ഷൻ സി, പ്രിൻസിപ്പിൾ എഴുതാം. There is no individual difference in development. There is no individual difference in development. വ്യക്തിപരമായിട്ട് വ്യത്യാസങ്ങളില്ല വികസനത്തിന്. വ്യക്തികളുടെ മാറ്റങ്ങൾ, അതായത് ഒരു വ്യക്തിയുടെ പോലെയല്ല മറ്റൊരാളുടെ വികസനം എന്ന് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. There is no individual difference in development. That is the option C. And the last option D. Option D, A and B correct. A and B correct. എഴുതിയോ? തേർഡ് ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻസും കിട്ടിയോ എല്ലാവർക്കും?
മാം ഓപ്ഷൻ എ ഒന്നുകൂടെ പറയാമോ? ഓപ്ഷൻ എ ഒന്നുകൂടി പറയണോ? അതെനിക്ക് ലാസ്റ്റത്തെ വേർഡ് മാത്രം കിട്ടിയില്ല. ഒന്നുകൂടെ ഒറ്റ തവണ പറയാമോ? ഡെവലപ്മെന്റ് പറയാം. ഓപ്ഷൻ എയില് ഡെവലപ്മെന്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻ. Development helps to provide age appropriate tasks to children. കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ടാസ്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്, ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡെവലപ്മെന്റ്. ഓക്കെ, ഓപ്ഷൻ ബി കിട്ടിയല്ലോ. മാം സിയും കൂടെ ഒന്ന് പറയാമോ? There is no individual വരെ കിട്ടിയുള്ളൂ. There is no individual difference. There is no individual difference in development. അതാണ് സി. There is no individual difference in development. ഡി ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണെന്നാണ് ഓപ്ഷൻ ഡിയിൽ പറയും. So you have to choose the correct answer from the given options. Okay. Yes. അടുത്ത question. Dash writes about dash. Write, W-R-I-T-E-S, writes about dash, writes about the inherited characteristics. Inherited, I-N-H-E-R-I-T-E-D. Inherited characteristics and predetermined patterns of behavior. Characteristics and predetermined. Predetermined, P-R-E-D-E-T-E-R-M-I-N-E-D. Predetermined patterns of behavior. Dash writes about the inherited characteristics and predetermined patterns of behavior. ഫസ്റ്റ് വേർഡിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. ഡാഷ് കഴിഞ്ഞിട്ട് വരുന്ന Dash writes about the inherited. W-R-I-T ആണോ? Yes, അതെ writes about. Dash writes about. ആരോ എഴുതിയിട്ടുണ്ട്, ആരാണ് എന്നുള്ള പേരാണ് നമുക്ക് അവിടെ വേണ്ടത് കേട്ടോ. കണ്ടുപിടി ചെയ്ത ഉണ്ട്, വായിച്ച് നോക്കിയ നോട്ടിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which are the postnatal ഒരു ഹൈഫൻ ഇടാം, natal postnatal factors that affect growth and development. Which are the postnatal factors that affect growth and development? Next one. Edion. Okay. Yes, അടുത്ത question. What is a zygote? What is a zygote? Z-Y-G-O-T-E. Zygote എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. അവിടെ അതിലൊരു കുഞ്ഞ് ഒരു ഫ്രേസിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഫ്രേസ് ആയിട്ടാണ് അതിന്റെ എക്സ്പ്ലനേഷൻ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ച് ചെയ്യുക. ടെക്സ്റ്റിലുണ്ട്. വാട്ട് ഈസ് സൈഗോട്ട് കേട്ടോ. അടുത്തത് the zygote contains
dash dash chromosomes. Spelling correct ആയിട്ട് എഴുതണം. CHROMOSOMES. Dash chromosomes. Which is contributed by father and mother. Dash chromosomes which is contributed by father and mother. അച്ഛനും അമ്മയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്താ പറയാ ക്രോമസോംസ്. അത് എത്ര എണ്ണമാണെന്ന് അവിടെ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ സൈഗോട്ടിനകത്ത് ഉൾപ്പെടുന്ന ക്രോമസോമസിന്റെ എണ്ണമാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആയിട്ടുണ്ട് അവിടെ. അടുത്തത് മാം ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുക. പറയാം. The zygote contains 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 dash chromosomes. CHROMOSOMES. Dash chromosomes which is contributed by father and mother. Okay. Yes. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. After the egg is liberated from the ovary. After the egg is liberated from the ovary. LIVERATED. Liberated from the ovary. It moves into the dash. It moves into the dash. അടുത്തത് in which periods the organs like lungs, 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 liver, stomach, sex organs are developed. അതൊന്ന് ഏത് പീരീഡിലാണെന്നാണ്, ഏതൊരു സ്റ്റേജിലാണ് നമുക്ക് ആ ഒരു കുട്ടി എന്ത് കുട്ടിയാണ് എന്ന് നമുക്ക് നിശ്ചയിക്കാനുള്ള ഒരു പീരീഡ്. അത് ആ സമയത്താണ് ലങ്സ്, സ്റ്റോമക്ക്, നമ്മളുടെ എന്താ പറയാ സെക്സ് ഓർഗൻസ് ഒക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന സമയം. അത് ഏത് പീരീഡിലാണ് എന്ന് നമ്മൾ വായിച്ചു, അതൊന്ന് എഴുതുക, കണ്ടുപിടിച്ചു. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് തന്നു? 9. അത് കുറഞ്ഞിരിക്കട്ടെ നമുക്ക്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. യെസ്, സോ അവർ നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മുടെ അരമണിക്കൂർ നമ്മൾ പോയി, നമ്മളുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ദിസ് ഈസ് ദ ചാപ്റ്റർ. കണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ?
ഇതാണ് ചാപ്റ്ററിന്റെ പേര്. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ ഒരെണ്ണം പഠിച്ചു, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലെ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. നമ്മള് കുട്ടികളുടെ എന്താ പറയാ ശാരീരികമായിട്ടുള്ള വളർച്ച, ഫിസിക്കൽ ഗ്രോത്ത്, പിന്നെ ഫിസിക്കൽ ആയിട്ടുള്ള അവരുടെ മറ്റു പല കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ അതെങ്ങനെ ഒരു കൊച്ചു ലൈഫ്, ആ ഒരു ലൈഫിന്റെ ബിഗിനിങ് സ്റ്റേജ് മുതൽ അല്ലെ കൺസെപ്ഷന്റെ കാര്യങ്ങളിൽ പറഞ്ഞോളൂ. നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് വലിയ എക്സ്പ്ലനേഷൻസ് ഇല്ലെങ്കിലും കുഞ്ഞു പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കുഞ്ഞു കാര്യങ്ങൾ അതിന്റെ ലൈഫിന്റെ ആ ഒരു എമർജൻസ്, ഒരു ജീവൻ ഉത്ഭവപ്പെടുന്ന ആ ഒരു സമയത്തെ കുറിച്ച് മുതല് നമുക്ക് കാര്യങ്ങൾ എന്താ പറയാ പറഞ്ഞു. ആ ഒരു സ്റ്റേജസും ആ ഒരു ടൈമിങ്ങും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് തന്നു അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു എന്താ പറയാ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു രൂപപ്പെടുന്നതിന്റെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കൊച്ചു പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസാന ബർത്ത്, ജനിച്ചതിന് ശേഷം കുട്ടിക്ക് ഉണ്ടാകുന്ന പല തരത്തിലുള്ള ഗ്രോത്ത്, വളർച്ച. ആ വളർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കുട്ടി ഓരോ സ്റ്റേജസ് ആയിട്ട് പടിപടിയായിട്ട് നീന്തുന്നതും അല്ലെങ്കിൽ ഇരിക്കുന്നതും പിന്നെ നിൽക്കുന്നതും ഒക്കെ നമ്മൾ അവിടെ ഓരോ ടൈമിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഞാൻ തരും, അതുകൊണ്ടാണ് 9 പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുന്നത്. ആക്ടിവിറ്റി നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പൊ പറഞ്ഞു പോയാൽ ചിലപ്പോൾ സമയം കിട്ടില്ല, കുറച്ചെങ്കിലും നമ്മളൊന്ന് തുടങ്ങി വെക്കണ്ടേ ഈ ഒരു ചാപ്റ്റർ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അത്തരം ഒരു ടേബിള് നമുക്ക് വേണ്ടിയിട്ട് അവർ തന്നു. ഇന്ന ആ ഒരു പെർട്ടിക്കുലർ മന്തിനുള്ളില് കുഞ്ഞിന് ഇങ്ങനെ വളർച്ച പ്രാപിക്കുന്നതും അത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം 2-3 മാസത്തിനുള്ളിൽ ഇരിക്കുന്നതും പിന്നെ പിടിച്ചു നിൽക്കാൻ തുടങ്ങുന്നതും അതൊക്കെ നടക്കാൻ തുടങ്ങുന്നു, അങ്ങനെയുള്ള ഡെവലപ്മെന്റുകൾ നമ്മൾ കണ്ടു. ആ ഗ്രോത്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തീർച്ചയായിട്ടും കുട്ടിയുടെ എന്താ പറയാ മെന്റൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഡെവലപ്മെന്റ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. നൗ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, മീനിങ് എന്താണ്? കോഗ്നിറ്റീവ് എന്താണ്? വൈജ്ഞാനികപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള വികസനമാണ്. അപ്പൊ ഇനി ബുദ്ധിപരമായിട്ടുള്ള വികസനങ്ങൾ എപ്പ തുടങ്ങും, എങ്ങനെയാണ് ആ വികസനങ്ങൾ മാറുന്നത്, അതിലെന്ത് മാറ്റങ്ങൾ പിന്നീട് വരും എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ നമുക്കറിയാം എന്താ പറയാ, അതാണ് ബുദ്ധിപരമായിട്ടുള്ള വികാസം. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടൊന്നും അതിന്റെ ആ ബുദ്ധിപരമായിട്ടുള്ള വികാസം ഉണ്ടാകുന്നില്ല. അതും ഇതുപോലെ തന്നെ പ്രൊപ്പോർഷനേറ്റ് ടു ദ ഡ്യൂറേഷൻ, ആ ഒരു ഡ്യൂറേഷൻ കഴിയുന്നതനുസരിച്ച് എന്ന് വെച്ചാൽ 1 മാസം 2 മാസം 3 മാസം അങ്ങനെ കഴിഞ്ഞ് 1 year ആയി, 1 to 3 years വരെ, 3 to 6 years വരെ, 6 to 10 years വരെ, അങ്ങനെ പല രീതിയിലും മാറ്റങ്ങൾ ആളുകളിൽ വരുന്നുണ്ട് അല്ലെ. കുട്ടി വളർന്ന് ചൈൽഡിൽ നിന്ന് തന്നെയാണ് എല്ലാവരും വലിയ പ്രായത്തിലേക്ക് ഓൾഡ് ഏജിലേക്കും ഒക്കെ എത്തുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരീഡ്, ആ ഒരു ഏജിന്റെ ഒരു പീരീഡ് സ്കിപ്പ് ചെയ്തിട്ട് ആരും പോകുന്നില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അക്കോർഡിംഗ് ടു ദ ഏജസ് അല്ലെ, എന്താ പറയാ, ആ ഒരു ഗ്രോത്ത് അനുസരിച്ചിട്ട്, ഏജസിന്റെ ഗ്രോത്ത് അനുസരിച്ച് തീർച്ചയായിട്ടും അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തീർച്ചയായും വളരുന്നുണ്ട്. ഫ്രം എ ചൈൽഡ് ടു ആൻ ഓൾഡ് ഏജ് അവിടെ മാറ്റങ്ങൾ പല രീതിയിൽ വരുന്നത്. പിന്നെ കുറെ കഴിയുമ്പോൾ വയസ്സൊക്കെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മളുടെ പല എന്താ പറയാ ചിന്തിക്കാനുള്ള കഴിവ്, ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഒരു കപ്പാസിറ്റി ഓഫ് എ ചൈൽഡ് ടു ഇന്റഗ്രേറ്റ് ഓർ കോർഡിനേറ്റ് ആക്ഷൻസ്, റിഫ്ലക്സ് ആക്ഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ് ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനകത്ത് കുറച്ച് വേർഡുകളൊന്നും ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോകാം. റിഫ്ലക്സ് ആക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണത് റിഫ്ലക്സ് ആക്ഷൻ? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് നമ്മള് അറിഞ്ഞുകൊണ്ടല്ല, ദാറ്റ് മീൻസ് ബോധപൂർവം അല്ലാത്ത ഒരു തരത്തിലുള്ള ആക്ഷനാണ്, ഒരു പ്രതികരണമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അങ്ങനെ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ നല്ലതായ രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ തന്നെ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യാണ്, ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാണ് അല്ലേ. ഇപ്പൊ കറക്റ്റ് എക്സാമ്പിൾ. അതെ, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈ ചാൻസ് നമ്മളുടെ കയ്യോ അല്ലെങ്കിൽ കാലോ എവിടെയെങ്കിലും നമ്മൾ ചൂടുള്ള എന്തെങ്കിലും വസ്തുവില് തൊട്ടാണെങ്കിൽ പെട്ടെന്ന് വി വിൽ
എന്ത് ചെയ്യും, നമ്മള് പെട്ടെന്ന് കൈ എടുക്കും, അല്ലെങ്കിൽ കൈ വലിക്കും, അല്ലെങ്കിൽ കാല് വലിക്കും അല്ലെ. അത് നമ്മളുടെ ബ്രെയിനിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ, ചൂടുള്ള വസ്തുവാണ് അവിടെ എത്തുന്നത് എന്ന് ബ്രെയിനിലേക്ക് ആ ഇൻഫോർമേഷൻ എത്തുന്നതിന് മുമ്പേ അല്ലെ, അത് വളരെ ചുരുങ്ങിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്ന ഒരു ആക്ഷൻ ആണ് അവിടെ. നമ്മള് ബോധത്തോടെ അയ്യോ ഇത് മാറ്റണോ എന്നൊക്കെ ആലോചിച്ച് തീരുമാനമൊന്നും എടുക്കുന്നില്ല, അവിടെ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്നു. ആൻഡ് ഓൾസോ ഇങ്ങനെ കണ്ണ് ചിമ്മുന്നത് നമ്മൾ അറിയുന്നില്ല, അത് പക്ഷെ അവിടെ നടക്കുന്നുണ്ട് ആ ഒരു ആക്ടിവിറ്റി, കണ്ണിങ്ങനെ എപ്പോഴും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദേ ആർ ദ എക്സാമ്പിൾസ് ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ. അതൊക്കെ അതിന്റെ ഒരു ഉദാഹരണങ്ങളാണ്. അപ്പോ എന്താ പറയാ, ഒരു കുട്ടി ഈ പറയുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലാണ്, അതായത് വിജ്ഞാനപരമായിട്ടുള്ള ഈ ബുദ്ധിപരമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ അവൻ ആരംഭിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി ജനിച്ചിട്ട് അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല, കുറെ കഴിയുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത്തരം ആക്ഷൻസിനെ കുറിച്ച് ബോധവാന്മാരാകുക, അല്ലെങ്കിൽ ബോധവതികളാകുക, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആക്ഷൻസ് ഒക്കെ അവരിങ്ങനെ എന്താ പറയാ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അത് ഇറ്റ് ഈസ് അറ്റ് ദ ഏർലി സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നമ്മുടെ വിജ്ഞാനപരമായിട്ടുള്ള വികാസത്തിന്റെ തുടക്കം സ്റ്റേജുകളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ സംഗ്രഹിക്കാൻ, സംയോജിപ്പിക്കാനൊക്കെ ഒരു കുട്ടിക്ക് കഴിയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഏർലി സ്റ്റേജസിലാണ് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ചില ആക്ഷൻസ് ലൈക്ക് റിഫ്ലെക്സ് ആക്ഷൻസ്, ഈ പ്രതികരണ, അതായത് നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ, ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അത് തീർച്ചയായിട്ടും ഈ വിജ്ഞാന വികാസത്തിന്റെ സമയത്താണ്. കാരണം അപ്പോഴാണ് പല കാര്യങ്ങളും കുട്ടികൾ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നത്. അതെ, ഇത് പൊള്ളുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചൂട് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കൈവലിക്കുന്നതെന്നും, ആൻഡ് ഓൾസോ നമ്മളിങ്ങനെ എന്താ പറയാ നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇങ്ങനെ ബ്ലിങ്കിങ് ഓഫ് അവർ ഐസ് അല്ലെ. അതല്ല, അതുപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി അതിന് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 എക്സാമ്പിൾസ് ആണ് ദ ബ്ലിങ്കിങ് ഓഫ് അവർ ഐസ് ആൻഡ് എന്താ പറയാ ഇഫ് യു ആർ ഗോയിങ് ടു ടച്ച് എ ഹോട്ട് വെസൽ, എന്തെങ്കിലും ഹോട്ട് വാട്ടറോ ഹോട്ട് വെസലിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യാൻ പോകുമ്പോൾ എന്താ പറയാ സെയിം ടൈം ഇറ്റ്സെൽഫ്, ആ ഒരു സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ ആ കൈ എടുക്കുന്നു എന്നുള്ളതാണ്, നമ്മൾ അതോടെ തട്ടാതിരിക്കാനായിട്ട്. ഓക്കെ, സോ ആ ഒരു സ്റ്റേജില് ദ ചൈൽഡ് ഈസ് ഗോയിങ് ടു ലേൺ how to deal with the environment or how to adjust with the environment. അപ്പൊ കുട്ടി പഠിക്കാൻ ആ ഒരു സ്റ്റേജസിലാണ് തന്റെ ചുറ്റുമുള്ള തന്റെ പരിസ്ഥിതി, തന്റെ എന്താ പറയാ എൻവയോൺമെന്റ്, എങ്ങനെ തനിക്ക് അവിടെ ആ കാര്യങ്ങളൊക്കെ അവിടെ എങ്ങനെയാണ് നടക്കുന്നത് അതിനെ കുറിച്ച് പഠിക്കാനും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങുന്നതും ഈ ഒരു സമയത്താണ്. അതാണ് ആ കുട്ടിയുടെ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ്, ഇത് ചൂടുള്ള വസ്തുവാണ്, അതൊക്കെ തൊടാൻ പാടില്ല. സോ അതൊരു ആ കുട്ടി പഠിച്ചെടുക്കുകയാണ്. അത് പഠിച്ചെടുക്കണമെങ്കിൽ അതിന്റെ എന്ത് വളരണം, ബുദ്ധിപരമായിട്ടുള്ള വികാസം കുട്ടിക്ക് ഉണ്ടാവണം. അതില്ലാത്ത കുട്ടികൾ നമ്മൾ നേരത്തെ ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ പറഞ്ഞു അല്ലെ, വളർച്ച ഉണ്ട് എങ്കിൽ ചിലപ്പോ ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ശരീരം വളർന്നിട്ടുണ്ട്, പക്ഷെ ബുദ്ധിപരമായിട്ടുള്ള വികാസങ്ങളൊക്കെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല അല്ലെ. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. കുട്ടികളെ നമ്മൾ അങ്ങനത്തെ ഒരുപാട് കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരിട്ടും നമുക്ക് പരിചയമുള്ളവരുണ്ടാകാം, അല്ല എങ്കിൽ നമുക്ക് എന്താ പറയാ വീഡിയോസിലൊക്കെ നമ്മൾ ഒത്തിരി അങ്ങനത്തെ കുട്ടികളെയൊക്കെ എന്താ പറയാ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ദാറ്റ് അറ്റ് ദാറ്റ് ടൈം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ആ സമയത്ത് അവരെന്ത് ചെയ്യാണ്, എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുകയാണ്. പല കാര്യങ്ങളും പല പ്രോസസ്സുകളും അവര് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്ന പല ആക്ടിവിറ്റീസും പഠിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അറൌണ്ട് 6 months ഓഫ് ഏജ്. അതായത് ഒരു കുട്ടി അവരുടെ എന്താ പറയാ ഈ പറയുന്ന പല കാര്യങ്ങൾ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കാൻ, എന്തെങ്കിലും ഒരു വസ്തു എൻവയോൺമെന്റിൽ പരിസ്ഥിതിയിലുള്ള തന്റെ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു വസ്തുവിൽ ഫോക്കസ് ചെയ്യാൻ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ആ വസ്തുവിനെ കൃത്യമായിട്ട് നോക്കാൻ, നിരീക്ഷിക്കാനൊക്കെ തുടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തില്. ഏത് ഒരു 6 months ഓഫ് ഏജ് തുടങ്ങി, ഒരു 6 മാസം. ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് കുഞ്ഞ് ജനിച്ചു വരുമ്പോ തന്നെ കുഞ്ഞ് അതിന്റെ മൂത്തതൊക്കെ ഉണ്ടാവുമല്ലോ, 2-3 വയസ്സായതൊക്കെ കൊണ്ടുപോയിട്ട് കണ്ണിന്റെ അടുത്തൊക്കെ കൊച്ചുങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും. പക്ഷെ അവർക്കത് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വസ്തുവിനെ കാണാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജില് മീൻസ് 1-2 ദിവസമായിട്ടുള്ളൂ ജനിച്ചിട്ട്. ഇപ്പൊ കുഞ്ഞുവാവേനെ കാണിക്കാൻ എന്റെ ചേട്ടനെയോ ചേച്ചീനെ കുഞ്ഞിനെയും അല്ലെ കുഞ്ഞു ചേട്ടനും കുഞ്ഞു ചേച്ചിയൊക്കെ ഉണ്ടെങ്കിലേ 2-3 വയസ്സായിട്ടുള്ള പിള്ളേരെ കൂടി ചെല്ലുമ്പോൾ അവർക്കും അറിയില്ലല്ലോ, അവർക്കും വലിയ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും,
ഹോസ്പിറ്റലിൽ നമ്മൾ ജനിച്ചിട്ട് അവനെ കാണിക്കാനായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ഇവര് ചിലപ്പോ കയ്യിലുള്ള സാധനം എടുത്ത് വെച്ച് കാണിക്കും, അല്ലെങ്കിൽ അടുത്ത് നിന്ന് മുഖമൊക്കെ എങ്ങനെ കാണിക്കും അല്ലെ. പക്ഷെ ആ സമയത്തൊന്നും കുട്ടികൾക്ക് ഒരു ഒബ്ജക്റ്റില് എന്തെങ്കിലും ഒരു വസ്തുവിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഫോക്കസ് ചെയ്യാനോ പറ്റുന്നില്ല. സോ അറ്റ് അറൌണ്ട് ദ ഏജ് ഓഫ് 6 months, ഏകദേശം ഒരു 6 മാസത്തിന്റെ പ്രായത്തിലൊക്കെ തുടങ്ങിയാണ് കുട്ടികളെ ഈ പറയുന്ന the capacity to focus their eyes on a particular object in the എൻവയോൺമെന്റിൽ എല്ലാ വസ്തുക്കളിലൊക്കെ ഇങ്ങനെ എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫോക്കസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുത്ത് അന്നേരം പിന്നെ അവര് ചിലപ്പോ എന്താ പറയാ അതുമ്പോ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും, അങ്ങനെയൊക്കെ അതൊക്കെ പറയുന്നതാണ്. അത് ആ സമയത്താണ് വരിക അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ കുട്ടികളെ കുഞ്ഞുമാവകളൊക്കെ അടുത്തുള്ളവരുണ്ട് ഇപ്പോഴും നമ്മളുടെ അടുത്ത് തന്നെ നമ്മൾ അവരെ ശുശ്രൂഷിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകും അതൊക്കെ അങ്ങനെയാണ് ശരിയാണ് എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ അത്രയും ഗാഠമായിട്ടൊന്നും ചിന്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മള് ആ സമയത്തൊക്കെ ഒരു 9 മാസമായിട്ട് നമുക്ക് ഭയങ്കര സഫറിങ്ങിലായിരുന്നു. ക്യാരിങ്ങിന്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ഒരു അമ്മ എന്ന രീതിയിൽ അമ്മയാകാനുള്ള ആ പ്രിപ്പറേഷൻസിൽ, അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ മറ്റ് തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കുറെ മൊമെന്റുകൾ ഒക്കെ നമുക്ക് ചില കാര്യങ്ങളൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ലല്ലോ, എങ്ങനെയെങ്കിലും അല്ലെ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് ആ സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ബീങ് എ മദർ, ഒരു അമ്മ എന്ന രീതിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളും ആ കുട്ടിയെ കുറിച്ചും ഒക്കെ അമ്മമാരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ അവരുടെ ഒരു വളർച്ചയും പ്രത്യേകം നിരീക്ഷിക്കുന്നത് വീക്ഷിക്കുന്നത് നമുക്കറിയാം. ആൾമോസ്റ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മമാർ തന്നെയാണ് അല്ലെ. അച്ഛന്മാരെക്കാൾ കൂടുതൽ ഇന്ന് 2 കൂട്ടരും ഒരുമിച്ച് ഇങ്ങനെയുള്ള കെയറിംഗ് ഒക്കെ കൊടുക്കുന്ന സ്ഥലങ്ങൾ വീടുകളൊക്കെ ഉണ്ട്, അച്ഛനമ്മമാരുണ്ട് അല്ലെങ്കിൽ പാരന്റ്സ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പറയാം മെജോറിറ്റി ഓഫ് ദ ടൈം കൂടുതലും ഇത്തരം ഈ കുഞ്ഞു കൊച്ചുകളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന അമ്മമാരാണ്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അവരുടെ ആ ഒരു ഒബ്ജക്റ്റുകളെ ഇങ്ങനെ ഫോക്കസ് ചെയ്യാനും, ആൻഡ് ഓൾസോ വെൻ വി മൂവ് ദാറ്റ് പെർട്ടിക്കുലർ ഒബ്ജക്ട് വേറെ സൈഡിലേക്കോ സ്ഥലത്തേക്കൊക്കെ നമ്മൾ ആ ഒബ്ജക്റ്റ് ഒക്കെ മാറ്റുകയാണെങ്കിൽ അവരവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് ആ ഒബ്ജക്റ്റിലേക്ക് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നതൊക്കെ ഈ ഒരു മാസക്കാലം കഴിയുമ്പോഴാണ്. 6 months കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴൊക്കെ കുറച്ചുകൂടി നേരത്തെയൊക്കെ തുടങ്ങുന്നവരും ഉണ്ട്. കുട്ടികൾ ഇങ്ങനെ നേരത്തെ തുടങ്ങി പല കാര്യങ്ങളും ശീലിപ്പിക്കും. ചില കുട്ടികളുടെ എന്താ പറയാ അവരുടെ കേൾവി ശക്തിയും മറ്റു കാര്യങ്ങളും കാഴ്ചശക്തിയും മറ്റു കാര്യങ്ങളും ഒക്കെ ചില ആളുകൾ പാരന്റ്സ് നേരത്തെ കൂട്ടി മനസ്സിലാകും. കാരണം ചിലവര് പേടിയായിരിക്കും. കുട്ടികൾ ഇങ്ങനെ കിടക്കുകയാണല്ലോ, അതുങ്ങൾ കാണുന്നുണ്ടോ, നമ്മൾ പറയുന്നതോ ചെയ്യുന്നതോ ഒക്കെ അതിന്റെ സൗണ്ട് പറ്റി കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യും അല്ലെ. അവിടെ നിന്ന് വിളിക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കുക, അങ്ങനെയൊക്കെ നമ്മള് കുട്ടികളിൽ നോക്കും ടെസ്റ്റ് ചെയ്ത്. കാരണം എന്താ, ഇന്നത്തെ കാലത്ത് പല രീതിയിലും കുട്ടികൾ ജനിക്കുമ്പോൾ പല രീതിയിലുള്ള രോഗങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ ഇൻകേപ്പബിലിറ്റീസ് ഒക്കെ ആയിട്ടാണ് ജനിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏർലി ആസ് പോസിബിൾ നമുക്ക് അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനൊക്കെ അതിനൂടെയൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ടെസ്റ്റിംഗ് ഒക്കെ നടത്തുക. ഒരുവിധമൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടികളെ കൊണ്ട് പോരുക അല്ലെ. അപ്പൊ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കും. അപ്പൊ ഇതുപോലെയുള്ള എന്താ പറയാ ഒബ്ജക്റ്റുകളെ നോക്കുന്നത് അതൊക്കെ പിന്നെ എവിടെയൊക്കെയാണ്. പിന്നെ അതുകൂടി കുറച്ചും കൂടി ഒക്കെ കഴിയുമ്പോൾ കുട്ടികള് എന്താ പറയാ അവരുടെ ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടാണ് when they hear a word, ചില മൃഗങ്ങളുടെ പക്ഷികളുടെ ഒക്കെ പേരൊക്കെ കേൾക്കുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ അവര് മനസ്സിലാകും. they will have a picture. അവർക്ക് അതിനെ കുറിച്ചൊരു പടം അല്ലെങ്കിൽ ഒരു എന്താ പറയാ രൂപം അവരുടെ മനസ്സിൽ തെളിയും അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവർ പറയുന്നത് when the children hear the word elephant എന്ന് പറയുന്ന ഒരു പേര് അല്ലെ ഒരു വേർഡ് കേൾക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലൊരു ചിത്രം, അപ്പൊ തന്നെ എലഫന്റിന്റെ ഒരു രൂപം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എലഫന്റ് ഇസ് such a big or giant animal അല്ലെ, ഭയങ്കര ഒരു വലിയ മൃഗമാണെന്നും അതിന് ഒരു വലിയ നീണ്ട ഒരു ട്രങ്ക് ഉണ്ട് എന്ന് അല്ലെ. എന്താ പറയാ ഭയങ്കര നീണ്ട ട്രങ്ക് എന്താണ്, തുമ്പിക്കൈ ഉണ്ടെന്നും വലിയ വിഷറി പോലത്തെ എന്താ പറയാ ചെവി ഉണ്ടെന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ആ പറയുന്ന ബുദ്ധിപരമായിട്ടുള്ള വികാസം ഉണ്ട് എങ്കിലാണ് അതവർക്ക് മനസ്സിലാകുന്നത്. അത്തരം ഇതില്ലാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ അത് പറഞ്ഞാല് മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. തീർച്ചയായിട്ടും കുട്ടികളിൽ വരേണ്ട ഒരു മാറ്റമാണ് ഇത്തരം വികാസം. ഇനി ആ ഒരു ഏജ് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി വളർന്ന് വികാസം പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ചുറ്റുമുള്ള പല കാര്യങ്ങളെയും അവര് നിരീക്ഷിക്കാൻ തുടങ്ങുന്നു, മനസ്സിലാക്കാൻ തുടങ്ങുന്നു. എന്താണ് ചുറ്റും കാണുന്ന
കാര്യങ്ങൾ എന്താണ്. ഇപ്പൊ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണുമ്പോൾ അതിനെയൊക്കെ കാണാനും മാത്രമല്ല ഈ ഒരു പ്രായം വീണ്ടും വികസിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പല കാര്യങ്ങളും എക്സ്പെരിമെന്റ് ചെയ്യാൻ, അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, സൗകര്യപ്രദമായ രീതിയിൽ അതിനെയൊക്കെ കൈകാര്യം ചെയ്യുക. മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ആ സിറ്റുവേഷനെ യോജിച്ച രീതിയിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, അതൊക്കെ ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ, ട്രൈ ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ മുന്നിൽ കാണുമ്പോൾ അതിലേക്ക് ഒന്ന് ട്രൈ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ആകാംക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ചെയ്യാൻ തുടങ്ങുന്നത് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ആ ഒരു പ്രവർത്തനം കൊണ്ടാണ്. തീർച്ചയായിട്ടും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വിജ്ഞാനപ്രദമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള വികാസം ഉള്ള കുട്ടികളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, ഒന്നാമത്തെ പാരഗ്രാഫ് മനസ്സിലായോ? വളരെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് വായിച്ചു നോക്കാമോ? ഒന്ന് വായിക്കാം. ഹസീന ഒന്ന് വായിക്കാമോ പാരഗ്രാഫ്? ഹസീന. Yes, sir. Yes. Yes, വായിക്കും. Cognitive development. The capacity of the child to integrate her reflex action according to the stimulus is the beginning of cognitive development. It represents the process of learning and adjusting to the environment. Around 6 months of age, children achieve the capacity to focus their eyes on interesting objects in their environment. They even follow the movement of the object with their eyes. When children hear the word elephant, the mental picture most children get is of a giant animal with a long trunk and big ears. They learn about all the things they see around them. They continuously manipulate, experiment, try out, explore, discover, and learn about objects and people surrounding them. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും ഒന്നുകൂടി മനസ്സിലായല്ലോ വായിച്ചപ്പോ? അതെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും കുട്ടികളുടെ എന്താ പറയാ, ജനനത്തിന് ശേഷം ഓരോ മന്തുകൾ കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങളിലൂടെയാണ് ബുദ്ധിപരമായിട്ടുള്ള വികാസം കുട്ടികളിൽ ഉണ്ടാകുക. അതിന്റെ പടിപടിയായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഒറ്റയടിക്ക് ഒരു വികാസം ഉണ്ടാകില്ല. തീർച്ചയായിട്ടും അവര് ആയിരിക്കുന്ന എൻവയോൺമെന്റിൽ നിന്നും പതുക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നുള്ളതാണ്. ആദ്യം അവർക്ക് കേൾക്കുമ്പോ മനസ്സിലാവതേ, അപ്പൊ ആനയെ കാണണം നിർബന്ധമില്ല. അപ്പൊ ഒരു എന്താ പറയാ 6 മാസം അല്ലെങ്കിൽ 1 വയസ്സിന് താഴെയൊക്കെയുള്ള കുട്ടികളോട് നമ്മള് ആന വരും, അല്ലെങ്കിൽ ഇങ്ങനെ വരും, പട്ടി വരും, പൂച്ച വരും, ചിലപ്പോ അവരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളിങ്ങനെ പറയും ആന ഇങ്ങനെയാണ്, ആന വലിയ മൃഗമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്. ആ ഒരു പിക്ചറിലൂടെയാണ് അവര് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് പിന്നീട് അവർക്ക് ശരിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആനയെ നേരിട്ട് പോയി കാണണം, അല്ലെ, കണ്ട് മനസ്സിലാക്കണം. അമ്മ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെയാണോ ആന എന്നുള്ളതൊക്കെ ഡിസ്കവർ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, വികാസം, ബുദ്ധിപരമായിട്ടുള്ള വികാസം ഈ പറയുന്ന കുട്ടികളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ശരീരം ഫിസിക്കലായിട്ടുള്ള ഒരു ഗ്രോത്ത് വരുന്നതോടൊപ്പം തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും തീർച്ചയായിട്ടും കുട്ടികളിൽ ഉണ്ടാകും. ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓൾസോ ക്രിയേറ്റ്സ് ചിൽഡ്രൻ ഫോർ തിങ്കിങ് എബിലിറ്റി. തീർച്ചയായിട്ടും കുട്ടികളിൽ മറ്റൊരു കാര്യം കൂടി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ദാറ്റ് മീൻസ് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്, ചിന്തിക്കാനുള്ള കഴിവുകൾ കുട്ടികൾക്ക്. അതായത് അതും അതെ, ഇപ്പൊ ചിന്തിക്കാനുള്ള കഴിവുകൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ആള് വളർന്നിട്ടുണ്ട്, പക്ഷെ ദേ ഹാവ് നോ പവർ ഓഫ് തിങ്കിങ്. ചില കുട്ടികളിൽ ചിന്തിക്കാനുള്ള കഴിവില്ല, അവർ ചിന്തിക്കുന്നില്ല, ചിന്തിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ ചില കുട്ടികളോടെ പറയുമ്പോ ചില പ്രശ്നങ്ങളുള്ളതാണ്. ദാറ്റ് മീൻസ് അവര് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അത് ചിന്തിച്ചെടുക്കാനുള്ള കഴിവില്ലാത്തത്. അപ്പൊ നമ്മള് കുറച്ച് സ്കൂളുകളിലൊക്കെ ചേർക്കുന്ന സമയത്തൊക്കെ കുട്ടികളിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അച്ഛനമ്മമാർക്ക്
അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിലെ സ്കൂൾ മീൻസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചെറിയ ക്ലാസ്സിലെ ചെറിയ ഏജിലെ തന്നെ നമുക്ക് അതൊക്കെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അത് ആർക്ക് പറ്റും? നമ്മള് ഈ പറയുന്ന കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിന്, അതായത് കൊച്ചുകുട്ടികളെ, KG സെക്ഷനിലൊക്കെ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെ ഏറ്റവും അടുത്തുള്ള അവരുടെ പ്രിയപ്പെട്ട പാരന്റ്സിനുമാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുക. അപ്പൊ അതിനുശേഷം പിന്നീട് കുട്ടികൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാക്കും. അതൊക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ആ ഒരു ഇതാണ് അല്ലെ, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ അവർക്ക് ചില ടേംസ് ഒക്കെ അവർ മനസ്സിൽ ഇങ്ങനെ എന്താ പറയാ കാണുമ്പോൾ മനസ്സിലാകും അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ചില ടേംസ് അവർ പെട്ടെന്ന് ലേൺ ചെയ്യും. ലൈക്ക് കമ്പാരിറ്റീവ് ടേംസ് ആണ്. അതായത് കമ്പാരിറ്റീവ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പല കാര്യങ്ങളെയും താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളില്ലേ, അതൊക്കെ അവർ വേഗം ക്യാച്ച് ചെയ്യും. ലൈക്ക് ഇവിടെ പറയുന്നുണ്ട് ബിഗ്, സ്മോൾ, ചേട്ടൻ എന്നെക്കാളും വലുതാ, ചേട്ടൻ എന്നെക്കാളും പൊക്കമുണ്ട്, കണ്ടോ, അങ്ങനെ കമ്പയർ ചെയ്ത് പറയാം അല്ലെ. അങ്ങനെയുള്ള അവിടെ കൂടുതലാണ്, എനിക്ക് കുറവാണ്, ഇത്തരം കാര്യങ്ങൾ, മറ്റ് വലിയ വലിയ കാര്യങ്ങൾ അവർ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ഇത്തരം കമ്പാരിറ്റീവ് ടേംസ് അവർ പെട്ടെന്ന് ഹൃദയസ്ഥമാക്കും. തീർച്ചയായും അവർക്ക് മനസ്സിലാകും. ടോൾ, ഷോർട്ട്, അതുപോലെ തന്നെ ബിഗ്, സ്മോൾ എന്നൊക്കെ പറയുന്ന, കാരണം നമ്മൾ കമ്പയർ ചെയ്ത് കുട്ടികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വീടുകളിലൊക്കെ ചില കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പറയുന്നത് കൊണ്ടാണ്. അതൊക്കെ വേഗം അവർ പഠിക്കുക. ആൻഡ് ഓൾസോ ചില സ്പേഷ്യൽ ടേംസ്, സ്പേസിനെ സംബന്ധിക്കുന്ന, സ്പേസ് എന്ന് പറഞ്ഞാൽ ആകാശമല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ഏരിയ, ചില പർട്ടിക്കുലർ ഏരിയയെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഇവര് വേഗം പഠിക്കും. ലൈക്ക് ഇപ്പൊ താഴെ അല്ലെ, മുകളിൽ, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില കോമൺ ആയിട്ടുള്ള ചില ടേംസ് ആണ്, സ്പെഷ്യൽ ടേംസ് ആണ്. അവിടെ താഴെയുണ്ട്, അല്ലെങ്കിൽ മുകളിലുണ്ട് അല്ലെ, കട്ടിലിന്റെ താഴെ, മേശയുടെ കീഴെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നിയർ, ഇവിടെ അടുത്താണ് അല്ലെങ്കിൽ അകലെയാണ്. അതൊക്കെ നമ്മളുടെ സ്പീച്ചിലാണ്, നമ്മളുടെ സംസാരത്തിലൂടെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് കൊണ്ട് കുട്ടികളൊന്നും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കും എന്ന് പറഞ്ഞത് അത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അതല്ല അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് അവരുടെ ഡെവലപ്മെന്റിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം കൂടി അവരിൽ റിഫ്ലക്ട് ചെയ്യുന്നത് ഒന്നാണ് ലാംഗ്വേജ്, അവരുടെ ഭാഷ, കുട്ടികൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ദ ലാംഗ്വേജ് ചിൽഡ്രൻ യൂസ്, അത് കൃത്യമായിട്ട് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് അവര് മറ്റുള്ളവരിൽ നിന്നും എൻവയോൺമെന്റിൽ നിന്നും പഠിച്ചെടുക്കുന്നത്, ലേൺ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു ദ എൻവയോൺമെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജ് അതാണ്. തന്റെ ചുറ്റുമുള്ള തന്റെ പരിസ്ഥിതിയിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കുകയും അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രായമാണ് ഈ പറയുന്ന ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സമയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ പഠിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും അവരുടെ ലാംഗ്വേജ് ആയിട്ട്, അത് നമ്മുടെ ചുറ്റുമുള്ള അച്ഛനും അമ്മയും സംസാരിക്കുന്നതാകാം, വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ സംസാരിക്കുന്നതാകാം, അത് അവരുടെ ലാംഗ്വേജിനെ കൂടി റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത്ര കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ദ ലാംഗ്വേജ് വി യൂസ്, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിലും കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമായിരിക്കും അല്ലെ. ചില കുട്ടികളൊക്കെ ഇങ്ങനെ മോശമായിട്ടൊക്കെ രീതിയിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ സംസാരിക്കാൻ ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞു വന്നു തുടങ്ങുന്നുള്ളായിരിക്കും. പക്ഷെ അവര് പറയുന്ന ചില വേർഡുകൾ കേൾക്കുമ്പോൾ പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അയ്യോ ഇങ്ങനെ കുട്ടി പറയണേ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? That means the language we, that means the elders use in the home. അല്ലെ, വീടുകളിൽ പ്രായപൂർത്തിയായവര് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അപ്പൊ അതുകൊണ്ട് അവർ ചുറ്റുമുള്ളത് ക്യാച്ച് ചെയ്യുമെന്നുള്ള രീതിയിൽ വേണം കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലെ അച്ഛനമ്മമാരും മറ്റംഗങ്ങളും എന്ത് ചെയ്യേണ്ടത്, അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് അവരിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കും. അപ്പോ പിന്നെ 3 to 6 ഏജ് ഇയറിലുള്ള ഗ്രൂപ്പില് അവര് എന്ത് ചെയ്യുന്നു, കുട്ടികള് ഏകദേശം അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാനും മനസ്സിലാക്കാനും അല്ലെ, അത് എങ്ങനെ മനസ്സിലാക്കണം, അവര് തൊട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെ, അങ്ങനെ മനസ്സിലാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ സെൻസ് ഓർഗൻസിലൂടെ, നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, ഏതാത് സെൻസ് ഓർഗൻസ് ഏതൊക്കെയാ, എത്ര ഉണ്ട് എന്തായാലും പറയാ, 5 ആണ് അല്ലെ. 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. 5 സെൻസ് ഓർഗൻസ് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയും, എങ്ങനെ പറയും, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും അല്ലെ. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? പഞ്ചേന്ദ്രിയങ്ങൾ അറിയോ നോക്കട്ടെ. ഐസ്, നോസ്, ടങ്ക്, ഇയർ, സ്കിന്ന്. വെരി ഗുഡ്. അതെ, ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. നമുക്ക് എന്താ പറയാ, പല കാര്യങ്ങളെയും മനസ്സിലാക്കാനുള്ള മനുഷ്യന്മാർക്കുള്ള പ്രത്യേക കഴിവുകളാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെ. അതായത് കണ്ണുകൊണ്ട് കാണാം,
കണ്ണ് എന്നുള്ളത് വിഷ്വലിനുള്ളതാണ്, നമുക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ളത്. ചെവി എന്നുള്ളത് നമുക്ക് ഇയർ, ദാറ്റ് ഈസ് ചെവി എന്നുള്ളത് നമുക്ക് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ടങ്, ടു ടേസ്റ്റ് അല്ലെ, രുചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നോസ്, ടു സ്മെൽ, നമ്മൾ മണത്ത് ചില കാര്യങ്ങളൊക്കെ സ്മെൽ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യണമല്ലോ. ചില സ്ഥലത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് സ്മെൽ എന്ന് പറയുന്നത്. സ്മെൽ ചെയ്ത് തന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, നക്കി നോക്കാൻ പറ്റില്ല. അപ്പൊ ടേസ്റ്റ് ഒരു മണത്ത് നോക്കിയിട്ട് അറിയേണ്ട സാധനത്തിന് പകരം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് ടങ്ങിൽ വെച്ച് നമ്മൾ രുചിച്ചു നോക്കിയാൽ മതിയോ? പറ്റില്ല, അങ്ങനെ പാടില്ല അല്ലെ. പിന്നെ സ്കിൻ, നമ്മുടെ ടച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ പറയുന്ന രീതിയിലൂടെ കുട്ടികൾ വീണ്ടും കാര്യങ്ങളെ മനസ്സിലാക്കാൻ പോകുന്ന ഏജ്, ദാറ്റ് ഈസ് ഫ്രം ദ 3 to 6 ഏജ്, 3 തുടങ്ങി 6 വയസ്സ് വരെയുള്ള പ്രായത്തില് കുട്ടികളുടെ ഒരു ഇതാണ് മാറ്റം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ പരമായിട്ടുണ്ടാകുന്ന മാറ്റുക. കുട്ടികൾ അത് കേട്ടാലൊന്നും പോരാ, അവർക്കത് അവരുടെ ആ ഒരു സെൻസ് ഓർഗൻസ് കൊണ്ട് സെൻസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളിങ്ങനെ വാഗൊണ്ട് വെറുതെ മാത്രം പറഞ്ഞു കൊടുത്ത കാര്യമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അവർ ആ സമയത്ത് ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഇനി അന്നേരം അവർക്കില്ലേ അത്തരം സമയത്തൊക്കെ നമ്മൾ അവർക്ക് they cannot understand some words like some abstract words. Abstract words എന്ന് പറഞ്ഞാലില്ലേ ഇത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാണാൻ പറ്റാത്ത വസ്തുക്കളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി വരില്ല. ലൈക്ക് അതിനൊരു എക്സാമ്പിൾ ഓണസ്റ്റി, സത്യസന്ധത എന്ന് കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 6 വയസ്സുള്ള കുട്ടികളോടൊക്കെ സത്യസന്ധത എന്താണെന്ന് അത് കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് അല്ലെ. കാണാൻ പറ്റുമോ? സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ ഓണസ്റ്റി? പറ്റുമോ? പറ്റുമോ? നിങ്ങൾ പറ ഇല്ല അല്ലെ. ബുദ്ധി, ഇന്റലിജൻസ്, ബുദ്ധി, ഇതൊന്നും അവർക്ക് അന്നേരം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം നിർബന്ധമില്ല. ബിക്കോസ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദെയർ ഓർ ടച്ച്ഡ് ഓർ ഇറ്റ് കനോട്ട് ബി സെൻസ്ഡ് വിത്ത് ദെയർ സെൻസ് ഓർഗൻസ്. കാരണം എന്താ, അവർക്കത് മനസ്സിലാകുന്നില്ല. അവരുടെ സെൻസ് ഓർഗൻസ് വെച്ച് അവർക്ക് അതിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത്തരം വേർഡുകളൊന്നും അവർക്ക് ചിലപ്പോൾ മനസ്സിലായത് വരില്ല ഈ 3 to 6 ഇയേഴ്സിൽ. അപ്പോ ഇതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് ഓരോ സമയത്തിനും ഓരോ രീതിയിലാണ് കുട്ടികളിൽ വികാസങ്ങൾ ഉണ്ടാക്കുക. ഒറ്റയടിക്ക് എല്ലാം കൂടി അവര് മാറ്റി എടുക്കുന്നതല്ല. ഓക്കെ, ക്ലിയർ ആയോ? പാരഗ്രാഫ് സിമ്പിൾ പാരഗ്രാഫ് ആണ്, വളരെ ചെറിയ സിമ്പിൾ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. സോ ഒന്ന് പ്രിയ ഒന്ന് വായിക്കാമോ ആ ഒരു ഭാഗം പാരഗ്രാഫ്? ഓക്കെ മിസ്. As cognitive development proceeds and children's thinking ability, their vocabulary also increases to include comparative terms such as big, small, tall, and short. They also include special terms such as above and below, near and far in their speech. The language children use clearly reflects the level of their cognitive development. Children in the 3 to 6 years age group talk and understand about things that they touch, see, hear, or experience through their senses. They cannot understand or talk about abstract things such as honesty. ഓക്കെ, ഗുഡ്. അപ്പൊ നിങ്ങൾ ഇവിടെ ആ ഒരു സെന്റൻസിലെ സീ, ടച്ച്, സീ, ഹിയർ ആണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് എന്നാണോ കിടക്കുന്നത്? ഇയർ എന്നുള്ള വേർഡാക്കി മാറ്റണം. Children in the 3 to 6 age group talk and understand about things that they touch, see, hear എന്നുണ്ട് കേട്ടോ. ഹിയർ ആണ്, തരുന്നാണ് അവിടെ, അവിടെ മിസ്സിംഗ് ആണ്. HEAR തിരുത്തി എഴുതണേ. HEAR or experience through their senses. തിരുത്തിയോ? Yes. അടുത്തത് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പറയട്ടെ. നമ്മളുടെ കഴിഞ്ഞ യൂണിറ്റ് ഇല്ലാത്തില്ലേ, നമ്മളുടെ ചൈൽഡ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റില് നമ്മളിവിടെ ഒരു ചാർട്ട് നമുക്ക് വേണ്ടി തന്നിരുന്നു. ദാറ്റ് മീൻസ് മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ പഠിച്ചല്ലോ അല്ലെ. ഒരു ഡെവലപ്മെന്റിന്റെ ഓരോ എന്താ പറയാ സ്റ്റേജസ് ഇവരിവിടെ തന്നത്. നമ്മള് അന്നേരം എന്താ പറയാ, നമ്മള് ഈ പറയുന്ന സമയത്തൊക്കെ ഇങ്ങനെ തന്നെയാണോ നമ്മളുടെ നാട്ടിലെ കുട്ടികൾ, ഇങ്ങനെയാണോ എന്ന് നമ്മൾ അന്നേരം കുറച്ച് അതിശയോക്തിയോടുകൂടി നോക്കി.
ചില കാര്യങ്ങൾ കൂടി പറയുന്നത് ക്രോളിംഗ്, ഫോർ എക്സാമ്പിൾ ക്രോളിംഗ് 5 to 8 months എന്ന് പറഞ്ഞു, അത് കറക്റ്റ് ആയിരുന്നു. പിന്നെ ഏതായിരുന്നു നമുക്ക് സിറ്റിംഗ് 2 to months അല്ലെ, 2 to 5 months 2 മുതൽ 5 മാസം വരെയുള്ള ആ ഒരു ആഫ്റ്റർ ബർത്ത്, ജനിച്ചതിന് ശേഷം 2 മുതൽ 5 മാസം വരെയുള്ള സമയത്ത് കുട്ടികൾ ഇരിക്കുന്ന ഒരു ഇതിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ കണ്ടില്ലേ, ഒരു കുറച്ച് പോയിന്റുകൾ തന്നിരുന്നത്. അത് നമ്മള് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ വ്യത്യാസമുണ്ടോ എന്നറിയാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് ഒന്ന് കൊണ്ടുവരിക. നമ്മളുടെ ഈ പറയുന്ന സ്റ്റേജസിൽ കുട്ടികളിൽ ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റില്ലേ? അതൊരു ആക്ടിവിറ്റി ആയിട്ട് 9 ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിട്ടുണ്ട്, +1 ഈ ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങളൊന്നും എന്തെങ്കിലും നമുക്ക് മാറ്റങ്ങളുണ്ടോ എന്ന് നോക്കാം. നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന സ്റ്റേജസിലാണോ പോകുന്നത് കുട്ടികളുടെ ആ ഒരു എന്താ പറയാ പ്രായത്തില്, ഇത് ബിഫോർ ബർത്ത്, ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷമുള്ള ആ ഡ്യൂറേഷനിൽ ഏതെങ്കിലും തരത്തില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൂടി ഒന്ന് ചെയ്തിട്ട് വരണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ 9 ക്വസ്റ്റ്യൻ പോസ്റ്റ്നേറ്ററിന്റെ ഒരു ചോദിച്ചിട്ടുണ്ടായില്ലേ ക്വസ്റ്റ്യൻ, which are the postnatal factors that affect growth and development? അതിന്റെ 3 പോയിന്റ് എഴുതിയാൽ മതി, അതോ അതിനെ ഡെവലപ്പ് ചെയ്ത ബാക്കി പോയിന്റ് എഴുതണോ? ഏതാടാ Which are the postnatal factors that affect growth and development? അത് പോസ്റ്റ്നേറ്റലില് വന്നിരിക്കുന്ന ഫാക്ടേഴ്സ്, പോസ്റ്റ്നേറ്റലിൽ വന്നിരിക്കുന്ന ഫാക്ടേഴ്സ് എഴുതണം. എത്ര ഉണ്ട്? 3 എണ്ണം. 3 എണ്ണം ഇതാണ് പറഞ്ഞത്. 3 എണ്ണം കേട്ടാ. എന്തോ അതിന്റെ സബ് എഴുതണ്ടല്ലോ. വേണ്ട 3 ഫാക്ടേഴ്സ് എഴുതിയാൽ മതി. ഓക്കെ, യെസ്. ദെൻ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ? ഓക്കെ, ആരുമില്ല? എന്തൊരു പാട്ടോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യട്ടെ. ഓക്കെ. സ്കൂളില് മിസ്സേ ഞാനൊരു പാട്ട് പാടും. ജോസ്റ്റി പാടിക്കോ. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു നാലിലാടി ഒന്നിച്ചോ രണ്ടോ മൽപ്പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി. താങ്ക് യു, വെരി ഗുഡ്. ഇത്ര മതി. ഒരു ദിവസത്തെ നമ്മളുടെ ഒരു ക്ലാസ് അവസാനിക്കുമ്പോ ഇതുപോലെ എന്തെങ്കിലും മധുരമായ പാട്ടോ മധുരമായ സൗണ്ടിലൊക്കെ പാടി കേൾക്കുമ്പോ നല്ലതാണ് കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ എഴുതി ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. എന്താടാ സൈൻ ഔട്ട് പറയട്ടെ. Thank you, my dear teacher and my dear friends, for this wonderful session. Today class was very informative and helpful for us future teachers. Thank you everyone for your support and active participation. Have a great day. Yes, thank you, Hazina. Thank you. Thank you, ma'am. Thank you. Okay. Thank you. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.